ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതെൻ്റെ ആദ്യത്തെ ഒരു മെയിൻ വീഡിയോ ആണ് നമ്മുടെ എന്താ പറയുക യൂട്യൂബ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെതായ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാക്കി പറയുമ്പോൾ തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ ആൾക്കാർ എൻ്റെ ഈ ഒരു വണ്ടീനെ പറ്റി ചോദിക്കാറുണ്ട്. ഇത് എവിടെ നിന്ന് എടുത്തേ, ബൈക്ക് ഓടിക്കാനുള്ള കാരണം എന്താ, വണ്ടി എങ്ങനെയാണ് എടുത്തേ, അതുപോലെ ഈ വണ്ടിക്ക് എന്തുകൊണ്ടാണ് 2 കീ സോക്കറ്റ് ഉള്ളത്, പിന്നെ ഇതിന് മൈലേജ് എത്രയാണ്, എത്രയ്ക്കാണ് മേടിച്ചതെന്നൊക്കെ. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ അവസാനം വരെ കണ്ടോ. പിന്നെ വീഡിയോ മൊത്തത്തിൽ പോവാണല്ലോ. ഇതുവരെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക. കാരണം ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ റീൽസായിട്ട് കുഞ്ഞു വീഡിയോസ് അധികം അപ്ലോഡ് ചെയ്യാറ്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ മതിയാവും, എനിക്ക് വേറൊരു ബൈക്ക് ഉണ്ട്, ഡ്യൂക്ക് 250. അതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത ബൈക്ക് 2 കൊല്ലം മുമ്പ്. പിന്നെ ഈ ഒരു RX എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ബൈക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് വരാൻ തുടങ്ങിയത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ ചെക്കന്മാർ പോകുന്ന കാണുമ്പോഴുള്ള കൊതി കൊണ്ട് മാത്രം എടുത്താണ്. കാരണം നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാനിങ്ങനെ സ്കൂട്ടറിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷൻ തോന്നി ബൈക്കിനോട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ടൊരു ബൈക്ക് ഓടിച്ചൂടാന്നുള്ളതിൽ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ബൈക്ക് ഡ്യൂക്കാണ്, ഡ്യൂക്ക് 250. അതിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു എടുത്തിട്ട്. പിന്നെ ഈ ഒരു വണ്ടി RX 100 ഇതെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പവർ തന്നെയാണ്. കാരണം 2 സ്ട്രോക്കിൻ്റെ ആ ഒരു റോഡ് പ്രസൻസും അതുപോലെ ആ ഒരു സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ ഈ വണ്ടി ഞാൻ റെൻ്റ് എടുത്തിട്ട് 2-3 വട്ടം ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ ഈ വണ്ടി എവിടെ എന്താ പറയുക, സെക്കൻഡ് ഹാൻഡഡ് ആയിട്ട് കിട്ടുള്ളൂ, ഫ്രഷ് പറക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ കുറേ അന്വേഷിച്ചു. പിന്നെ OLXൽ കുറേ ആഡ് നോക്കിട്ടോ. അപ്പോൾ ഈ സാധനം ഇതേപോലെ തന്നെ ഉണ്ട്. OLXൽ ഒരു പോസ്റ്റർ ഉണ്ട്. ഇപ്പോൾ റേറ്റ് നോക്കിയ സമയത്ത് എത്രയായിരുന്നു? 80 അല്ലായിരുന്നു, 75 എന്തോ റേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് തന്നെ അവിടെ പോയിട്ടോ. പറമ്പിൽ ബസാർ അല്ലേ, പറമ്പിൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഫറൂഖ് കോളേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബൈക്കാണത്. നമ്മളവിടെ പോയി വണ്ടി രാത്രിയാണ് പോയി കാണുന്നത്. വണ്ടി കണ്ട് ഇഷ്ടമായി. നമുക്ക് ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായപ്പോൾ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു. കാരണം ഞാൻ വേർക്കും കിട്ടിപ്പോകേണ്ട വെച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് പോയിട്ട് ഫുൾ എമൗണ്ട് കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുക ചെയ്തേ. ഇതിൽ ഒരു പെയിൻറ്റിങ്ങോ ഒരു കാര്യവും ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇത് ആ ഒരു വ്യക്തി, ഇതിൻ്റെ പഴയ ഓണർ ഓടിച്ച പോലെ തന്നെ വണ്ടിയല്ല. ഞാൻ ഇതിൻ്റെ മുകളിലൊരു പണിയും ചെയ്തിട്ടില്ല. എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു ഇത് എവിടുന്ന പെയിൻറ്റ് ചെയ്തേ, ഈ വർക്ക് എവിടുന്ന ചെയ്യിപ്പിച്ചതെന്നല്ല. ലിറ്ററലി എനിക്കറിയില്ല, ഇത് അവർ ചെയ്യിപ്പിച്ചതാണ്. സോ എനിക്ക് ഇതിൻ്റെ ഒരു വർക്കും പിന്നെ എന്താ പറയുക, മൊത്തത്തിലുള്ള ഈ വണ്ടീൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ ഓടിച്ചൊക്കെയോ പവറും വേറെ ലെവല്. അങ്ങനെയാണ് ഈ വണ്ടി എടുക്കാനുള്ള കാരണം ഉണ്ടായത്. ഈ വണ്ടിക്ക് ആദ്യം പറഞ്ഞ റേറ്റ് 80 ആയിരുന്നു. പിന്നെ നമ്മളത് കുറച്ച് 75.5 എത്തിച്ച് സംഭവം നമ്മൾ വണ്ടി എടുത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു വണ്ടിയാണത്. പിന്നെ കുറേ പേരെൻ്റെ ചോദിക്കാറുണ്ട് ഇത്ര തരാം അത്ര തരാം, വണ്ടി വിൽക്കോന്ന്. പക്ഷേ ഇതെന്തായാലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ വണ്ടീൻ്റെ കീ സോക്കറ്റിൻ്റെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, കീ ഇല്ലാതെ ഓടിക്കുന്ന വണ്ടീന്നൊക്കെ. സംഭവം എന്താ വെച്ചാൽ ഈ ബൈക്ക് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് ഇതിന് RXZൻ്റെ കീ സോക്കറ്റ് വെച്ചതാണ്. സോ ഇത് വർക്കിംഗ് അല്ല, ഇതാണ് വർക്കിംഗ് ആയിട്ടുള്ളത്. പിന്നെ വണ്ടീൻ്റെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ 30 എന്തായാലും കിട്ടും. പിന്നെന്താ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ പവറും പിന്നെ ഇതിൻ്റെ ലുക്കും തന്നെയാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ ഫ്ലാറ്റായത്. പിന്നെ കോമൺ ആയിട്ട് വരുന്നൊരു കമൻറ്റും ഒരു മെസ്സേജുമാണ് ഈ വണ്ടി ഏത് ഇയർ ആണെന്നുള്ളത്. ഇത് 1994 ആണ്. ഇതിൻ്റെ 4th ഓണറാണ് ഞാനിപ്പം. പിന്നെന്താ, ഇതിനിപ്പോൾ ഒരു 5th ഓണർ വരാനുള്ള ചാൻസ് തീരെയില്ല. സോ അത്രയൊക്കെയാണ് ഗൈസ് ഈ വണ്ടിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് ഞാൻ ബൈക്കിലേക്ക് വരാൻ തന്നെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെക്കന്മാർ തന്നെയാണ്. നിങ്ങൾ പോകുമ്പോഴുള്ള ആ ഒരു നമ്മൾ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ബൈക്ക് പോകുമ്പോൾ എല്ലാ ഗേൾസും അങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവാണ് ബൈക്ക് കാണുമ്പോൾ. സോ ബൈക്കിനോടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ എന്തുകൊണ്ട് ബൈക്ക് എടുത്തിട്ടുള്ളതിൽ ഞാൻ ബൈക്ക് എടുത്തതാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് എൻ്റെ അടുത്ത് വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ ഇപ്പോൾ 2ാമത്തെ ബൈക്കാണത്. പിന്നെ എനിക്കിത് കൂടാതെ ഒരു സ്കൂട്ടർ കൂടെ ഉണ്ട്, എപ്രിലിയ. അതിന് മുമ്പ് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഡിയോ. അത് ഞാനും സെയിൽ ചെയ്തു. അതിനുശേഷം എപ്രിലിയ എടുത്തു, അതിനുശേഷം ഡ്യൂക്ക് എടുത്തു, അതിനുശേഷം ഇതെടുത്ത്. ഇനി ഇൻഷാ അല്ലാ ഭാവിയിൽ ഒരു ഹയബൂസ എടുക്കണം എന്നാണ് ആഗ്രഹം, സൂപ്പർ ബൈക്കായിട്ട്. എടുക്കും ഇൻഷാ അല്ലാ. സോ ഗൈസ്, വണ്ടിനെ പറ്റി ഇത്രയുള്ള പറയാൻ. എനിക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി ഇതിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.